എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന തിരിച്ചടിക്കുമോ എന്നാണ് ഇടത് ക്യാമ്പിലെ ആശങ്ക. പരാമർശത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി തന്നെ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. 50 കൊല്ലം മുൻപത്തെ രാഷ്ട്രീയത്തിൽ ചുറ്റിത്തിരിയാൻ CPI ഇല്ലെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. പ്രസ്താവന തിരുത്തിയെങ്കിലും അത്ര പെട്ടെന്ന് വിവാദം അവസാനിക്കില്ല എന്ന് വേണം കരുതാൻ. നമുക്ക് ബിനോയ് വിശ്വം പറഞ്ഞതൊന്ന് കേൾക്കാം. ഇതൊന്നും ആർക്കും അറിയാത്തതല്ല. പക്ഷെ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. LDF ജീവിക്കുന്നത് 25-ലാണ്, വർത്തമാന കേരളത്തിനും വേണ്ട രാഷ്ട്രീയമാണ് LDF രാഷ്ട്രീയം. അതേപ്പറ്റിയെല്ലാം ചിന്തിക്കാനും പറയാനുമുള്ള രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിവേകവുമുള്ള നേതാവാണ് സഖാവ് M.V. ഗോവിന്ദൻ മാഷെന്ന് ഞാൻ കരുതുന്നു. മുബഷിർ പി അക്ബർ ചേരുന്നു നമുക്കൊപ്പം. നിലമ്പൂരിൽ നിന്ന് നിലമ്പൂർ എക്സ്പ്രസിൽ തയ്യാറായി നിൽക്കുന്നുണ്ട് മുബഷിർ പി അക്ബർ. ഗുഡ് ഈവനിംഗ് മുബഷിർ പി അക്ബർ. M.V. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവന ഈ അവസാന ദിനത്തിൽ വലിയ രീതിയിൽ UDF-ന് വീണ് കിട്ടിയ ഒരു ആയുധമായി. ജമാഅത്തെ ഇസ്ലാമിയിൽ തലകുമ്പിട്ടിരുന്ന ആളുകളൊക്കെ തലപൊക്കി ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട് വിഷയം? ഗുഡ് ഈവനിംഗ് സുജയപാർവതി. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെയാണ് M.V. ഗോവിന്ദൻ പറഞ്ഞ പരാമർശം ആ നിലയിൽ തന്നെ UDF പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പെൻഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF കൊടുക്കുന്നതാണെന്നൊരു പ്രചാരണമായി UDF രംഗത്ത് വരുന്നു. LDF അതിനെ കൈക്കൂലി പരാമർശം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നു. പിന്നീട് വെൽഫെയർ പാർട്ടിയുടെ ബന്ധം പറഞ്ഞുകൊണ്ടായിരുന്നു UDF-നെതിരെ LDF കടന്നാക്രമിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് അതിനെ PDP ബന്ധം പറഞ്ഞുകൊണ്ട് UDF പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിലാണ് M.V. ഗോവിന്ദൻ അഭിമുഖത്തിൽ പറഞ്ഞ RSS-ഉമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന പരാമർശം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് രീതിയിലാണ് M.V. ഗോവിന്ദന്റെ പരാമർശത്തെ ഇടതു ക്യാമ്പുകൾ നിലവിൽ വിലയിരുത്തുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ചരിത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ RSS പോലെയുള്ള വർഗീയ ശക്തികളുമായി ഒരു കാലത്തും CPM കൂട്ടുചേർന്നിട്ടില്ല, സഖ്യകക്ഷി പോലെ ആക്കിയിട്ടില്ല, സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുമില്ല. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ജനതാ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഒരു സാഹചര്യം മാത്രമാണ് അവിടെ വിശദീകരിച്ചത്. സ്വാഭാവികമായിട്ട് ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു വന്ന ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയോട് ചേർത്ത് അന്ന് RSS-ഉമായി ചേർന്ന് പ്രവർത്തനത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് UDF കേന്ദ്രങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇടതു ക്യാമ്പുകൾ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അത് വലിയ രീതിയിൽ ആ നിലയിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നത്. നേരത്തെ തന്നെ CJP ബന്ധം UDF ക്യാമ്പുകൾ ആരോപിച്ചതായിരുന്നു. മുസ്ലിം ലീഗിലെ PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ CJP ബന്ധമുണ്ട്, BJP-യും CPM-ഉം ബന്ധമുണ്ട്, നിലമ്പൂരിൽ പ്രതിഫലിക്കും എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവർക്ക് വടി കൊടുക്കുന്നതിന് തുല്യമായി ഗോവിന്ദന്റെ പരാമർശം എന്നുള്ളതാണ് മറ്റൊരു വിഭാഗം വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ M.V. ഗോവിന്ദന്റെ അവസാന ഘട്ടത്തിലെ ഒരു പരാമർശം തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ബിനോയ് വിശ്വം പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. എന്ത്, എപ്പോൾ, എങ്ങനെ പറയണം, അത് എങ്ങനെ വോട്ടർമാർ എടുക്കും എന്നത് കൂടി ഓർക്കണം.